ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പാലിൽ നിന്നും ശുദ്ധമായ നെയ്യ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് കട്ടിയായിട്ടുള്ള പാലാണ് വേണ്ടത്. ഞാനിവിടെ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടാക്കാൻ വെക്കാം. പിന്നെ ഈ പാല് ചൂടാക്കുമ്പോഴേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർത്താൽ കട്ടിയായിട്ടുള്ള ക്രീം കിട്ടില്ല. നമുക്ക് കട്ടിയായിട്ടുള്ള ക്രീമാണ് വേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ പാല് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇനിയിപ്പോൾ ഈ പാല് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. ഞാനില്ലേ എല്ലാ ദിവസവും രാവിലെ പാല് തിളപ്പിച്ചിട്ട് വെക്കും. പിന്നെ ഇതിനെ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിനെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ പിറ്റേ ദിവസമാണ് ഈ പാലിൻ്റെ പാട എടുത്തിട്ട് അഥവാ ക്രീം, ഈ പാലിൻ്റെ ക്രീം എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. 15 ദിവസമല്ല ആകുമ്പോഴേക്കും ഈ ഒരു പാത്രം ഫുള്ളായിട്ട് കിട്ടുന്നു. ഞാനിപ്പോൾ കുറേ ദിവസമായി നെയ്യ് എടുക്കാത്ത, ഒരു മാസമെല്ലാം ആവാനായി. അതുകൊണ്ട് ഈ അതിൻ്റെ സ്റ്റോക്ക് കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നാളെ രാവിലെ നെയ്യ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ താഴെ വെക്കും. എന്നിട്ടേറ്റ് രാവിലെ അതിനെടുത്തിട്ട് പുറത്ത് വെക്കണം. പുറത്ത് വെച്ചിട്ടേറ്റ് ഫ്രീസറിൽ കുറച്ച് വെള്ളം തണുക്കാൻ വെക്കണം, ഐസാവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചുണ്ടാകുമ്പോഴേക്കൊന്ന് എടുക്കുന്നത് തന്നെ നല്ലത്. കുറേ ആകുമ്പോഴേക്കൊന്നുമില്ല, ഒരു അൽമ്പും കച്ചര പോലെയാണ്. കുറച്ചാകുമ്പോഴേക്കൊന്ന് പെട്ടെന്ന് നമുക്ക് നെയ്യ് ഉണ്ടാക്കിയിട്ടാണ്. ഈ ക്രീം നോർമൽ ടെമ്പറേച്ചറിലായി വന്നിട്ടാകുമ്പോഴേക്കൊന്ന് ഇതിലേക്ക് കുറച്ച് ഐസ് വെള്ളവും കൂട്ടിയിട്ട് അടിച്ചിട്ടെടുക്കാം. പിന്നെ നമുക്കിത് ഫ്രഷ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മിക്സിയിലിട്ടിട്ട് വെള്ളം കൂട്ടാതെ അടിച്ചിട്ടെടുത്തെങ്കിൽ ഇത് ഫ്രഷ് ക്രീമായിട്ട് ഉപയോഗിക്കാം. പുറത്തുനിന്ന് ഫ്രഷ് ക്രീം വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് തന്നെ പുരയിൽ കറികൾ ഉണ്ടാക്കുമ്പോഴേക്കൊന്ന് ഇത് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കൊന്ന് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യം വരുന്നല്ലോ. അപ്പം നമുക്ക് പുരയിൽ തന്നെ ഇത് അടിച്ചിട്ടെടുത്തിട്ട് ഫ്രഷ് ക്രീമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ കുറച്ചായിട്ട് വെള്ളം കൂട്ടിയിട്ട് അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം വേറെ ക്രീം വേറെ ആക്കിയിട്ട് എടുക്കാം. ഈ വെള്ളവും കളയേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ഈ ക്രീമിനെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ല പാങ്ങല പിഴിഞ്ഞിട്ടെടുക്കണം. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള നല്ലൊരു പരന്ന പാത്രം വേണോ. ഞാനിപ്പോൾ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്രീമെല്ലാം അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടാൻ വെക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് അലിഞ്ഞിട്ട് വരും. ആ സമയത്ത് കയ്യിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തെങ്കിൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അലിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഒരു യെല്ലോ കളറായിട്ട് തന്നെ വരുന്നു. ഇപ്പം കണ്ട നെയ്യ് നല്ല പാങ്ങല തെളിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നെയ്യിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കാണുന്നത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ കളറാകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടില്ലെങ്കിൽ നെയ്യ് പെട്ടെന്ന് പൊട്ടായിട്ട് പോകും. ഇപ്പം നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേറ്റ് ഇതിനൊന്ന് ചൂടാറാൻ വെക്കാം. ഇപ്പം നെയ്യ് ഇളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം തണുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു അരപ്പ് വെച്ചിട്ട് അരച്ചിട്ടെടുക്കാം. പാലിൻ്റെ പാട ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെച്ചെങ്കിലില്ലേ നിങ്ങൾക്കും നിങ്ങളുടെ പുരയിൽ ശുദ്ധമായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇത്രയും നെയ്യ് പുരയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണില്ലേ അതും അമർത്താൻ മറക്കണ്ട. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കണം. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല ശുദ്ധമായ നെയ്യായിട്ട് കിട്ടും.
പിന്നെ ഇതിൻ്റെ ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ചാടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോവുമായി വരാം. അതുവരേക്കും ബൈ.